മൂവാറ്റുപുഴയിലെ LDF സ്ഥാനാർത്ഥി N അരുണാണ് കൂടെയുള്ളത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് LDF പ്രചരണ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നിട്ട് ഏതാനും ദിവസങ്ങളെ കഴിഞ്ഞിട്ടുള്ളൂ. എങ്ങനെയാണ് ഈ ഒരു ആദ്യഘട്ടത്തിലെ പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? LDF മൂവാറ്റുപുഴ SIRൻ്റെ പ്രവർത്തനമായി തന്നെ ഏറെ സജീവമായിരുന്നു. വളരെ ഗൗരവത്തോടുകൂടി തന്നെ വളരെ ആക്റ്റീവായി LDF പ്രവർത്തകർ രംഗത്ത് ഇറങ്ങിയിരുന്നു. ഒരു വോട്ട് പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ വോട്ട് ചേർത്തിട്ടുണ്ട്. കടന്നുകൂടിയിട്ടുള്ള അനർഹമായിട്ടുള്ള വോട്ടുകൾ നീക്കം ചെയ്യുന്ന കാര്യത്തിലും വളരെ മാതൃകാപരമായിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ട് വ്യാപകമായി. CPIയുടെ ജില്ലാ സെക്രട്ടറി, ഒപ്പം തന്നെ നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിലൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു സ്വാധീനമുണ്ട്. ഇതൊക്കെ വലിയ രീതിയിൽ തന്നെ വോട്ടായി മാറും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മൂവാറ്റുപുഴയിലെ ജനങ്ങളുമായിട്ട് നല്ല അടുപ്പമുണ്ട്. കാരണം ചെറിയ പ്രായത്തിൽ തന്നെ മൂവാറ്റുപുഴയിൽ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതാണ്. ബാലവേദിയിലൂടെ മൂവാറ്റുപുഴയിൽ തന്നെ പൊതുപ്രവർത്തന രംഗത്ത് ഇറങ്ങിയതാണ്. തുടർന്ന് വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിവിധ ചുമതലകൾ 2015 മുതൽ മൂവാറ്റുപുഴയിലെ LDFൻ്റെ കൺവീനറാണ്. അതുകൊണ്ട് തന്നെ മൂവാറ്റുപുഴയിൽ വിവിധ ചുമതലകൾ വഹിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. മൂവാറ്റുപുഴയിൽ വിവിധ വിഷയങ്ങൾ ഇടപെടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. LDF MLA സാവു ബാബു പോൾ ആണെങ്കിലും അതിനുശേഷം എൽദോ ആണെങ്കിലും ഒക്കെ MLA അവർക്കൊപ്പം പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുവാനും ഇടപെടാനുള്ള എല്ലാ അവസരവും കിട്ടിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും സൗഹൃദങ്ങളുണ്ട്. അതൊക്കെ തെരഞ്ഞെടുപ്പിന് ഏറ്റവും അനുകൂലമായി മാറും എന്നുള്ള പ്രതീക്ഷയാണല്ലോ. ഈ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു മണ്ഡലം കൂടിയാണ് മൂവാറ്റുപുഴ. അപ്പോൾ ഇത്തവണ തിരികെ പിടിക്കണമെന്നുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പ്രചരണ സമയത്ത് LDF മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ? മൂവാറ്റുപുഴയിൽ LDF പറയുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിൽ നമുക്കൊരു പ്രയോഗം ഉപയോഗിച്ചാൽ കേരളത്തിൽ വികസനത്തിൻ്റെ വെള്ളിത്തേരോട്ടം നടത്തി സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായ വികസനങ്ങൾ, നമ്മൾ ഒരിക്കലും കാണാത്ത രീതിയിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരാൻ സാധിച്ചു. MLA-മാർക്ക് നിർലോഭമായിട്ട് പണം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കിഫ്ബി പദ്ധതിയിലൂടെ ഓരോ പ്രദേശങ്ങളിലും വലിയ വികസന സംവിധാനങ്ങൾ ഒരുക്കാനുള്ള അവസരം ഉണ്ടായി. ഇതൊക്കെ ഉണ്ടായപ്പോഴും മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA-യുടെ മുൻകൈയിൽ ഒരു പദ്ധതി പോലും കൊണ്ടുവരുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഒരു സമഗ്രമായ പദ്ധതി സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ വലിയ പ്രചരണത്തോടു കൂടി വലിയ ബുക്ക്ലെറ്റൊക്കെ ഇറക്കി, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ഇപ്പോൾ മൂവാറ്റുപുഴ നഗരവികസനം ഉൾപ്പെടെ പല വികസന പദ്ധതിയും ഇദ്ദേഹം കൊണ്ടുവന്നതാണ് എന്ന്. അത് വരും ദിവസങ്ങളിൽ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എങ്ങനെ വന്നതാണ് എന്ന്. പൂർത്തീകരിക്കാൻ തയ്യാറെടുത്തിരുന്ന പദ്ധതികൾ വരെ ഉദ്ഘാടനം പിന്നീട് നടക്കുകയും അത് തൻ്റേതാണെന്ന് പറയാൻ ഒരു മടിയില്ലാത്ത ഒരു ജനപ്രതിനിധിയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നഗരവികസനത്തിൻ്റെ ഉദ്ഘാടനം നടന്നു. ഒരു 10-35 പ്രവർത്തകരെയും കൂട്ടി നാസിക് ഡോളിൻ്റെയൊക്കെ അകമ്പടിയോടുകൂടി വിജയശ്രീ ലാളിതനായി കയ്യും വീശി വരുന്ന മൂവാറ്റുപുഴ MLA കണ്ടു. സത്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ നടക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ പദ്ധതി നടപ്പിലാക്കിയത് താനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ അദ്ദേഹം ഒരു ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രചരണമൊക്കെ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ തെളിവുകൾ, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കും. ഇദ്ദേഹത്തോട് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. കാരണം 5 വർഷക്കാലം മൂവാറ്റുപുഴയെ പ്രതിനിധീകരിച്ചു. മൂവാറ്റുപുഴയിൽ ഇദ്ദേഹത്തിൻ്റേത് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ഉണ്ടോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്ന മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വളരെയധികം നന്ദി. ശക്തമായിട്ടൊരു തിരിച്ചുവരവ് നടത്താൻ കഴിയുമെന്നും, ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ അത് ഉയർത്തിക്കാണിച്ചുകൊണ്ട് തന്നെ മൂവാറ്റുപുഴ തിരികെ പിടിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് N അരുൺ പങ്കുവച്ചിരിക്കുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.